ചില വീഡിയോസ് ഫോണിൽ പിടിക്കുമ്പോൾ അതൊരിക്കലും ഞാൻ പോസ്റ്റ് ചെയ്യണമെന്ന് ഓർത്തുകൊണ്ട് പിടിക്കുന്നതല്ല കേട്ടോ. പിന്നെ ചില കാരണങ്ങൾ വരുമ്പോൾ അതങ്ങ് പോസ്റ്റ് ചെയ്യാമെന്ന് ഓർത്തു. അങ്ങനെ എടുത്ത ഒരു വീഡിയോ ആണിത്. ഇന്ന് നമുക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു ദിവസമായിരുന്നു. നമ്മൾ വണ്ടി ഓർഡർ ചെയ്തിട്ട് നമ്മളോട് വണ്ടി കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ച ദിവസമായിരുന്നു കേട്ടോ. പിന്നെ നമ്പർ കിട്ടാൻ ഭയങ്കര താമസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി നമ്മൾ ഓർഡർ ചെയ്തിട്ട് തരാമെന്ന് പറഞ്ഞ് ആ ദിവസം നമുക്ക് കിട്ടിയിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടിയത്. അങ്ങനെ നമ്മൾ താണ്ടെ ചാച്ചനെയും അച്ചായിനെയും എല്ലാം വിളിച്ചുകൊണ്ട് വന്ന് മേടിക്കാൻ വന്നേക്കുകയാണ്. ഞാനും ഉണ്ട്, ഏട്ടനും ഉണ്ട്, ചാച്ചനും അച്ചായും നമ്മൾ നിച്ചൂസൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ തൻ്റെ മേടിക്കാൻ വേണ്ടി വന്നേക്കുകയാണ്. അപ്പോൾ നിച്ചൂസിനാണെങ്കിൽ അവിടെ ചെന്നപ്പോൾ തന്നെ ഒരു ബിരുവും കിടന്ന് കിട്ടി. അതുകൊണ്ട് അവൾ ഹാപ്പി ആയിട്ട് അത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു. നമ്മൾ ചെന്നപ്പോൾ അപ്പോൾ വേറൊരു വണ്ടിയുടെ ഡെലിവറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞാണ് നമ്മുടെ വണ്ടിയുടെ ഡെലിവറി. അങ്ങനെ തന്നെ നമ്മുടെ സമയം വന്നിരിക്കുകയാണ്. ഏട്ടൻ അങ്ങനെ കാത്തിരുന്ന ഒരു ദിവസമായിരുന്നു ഇത്. കാരണം ഏട്ടൻ്റെ ഒരു ആഗ്രഹ സബലീകരണമാണ് ഇപ്പോൾ നടന്നത്. ഏട്ടന് 3 ആഗ്രഹങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ 3ാമത്തെ ആഗ്രഹവും സാധിച്ചു എന്നും പറഞ്ഞത് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് കീ തന്നത് നമ്മുടെ സിദ്ദിഖേട്ടനാണ് കേട്ടോ. ആളാണ് ഇവിടുത്തെ സെയിൽസിലുള്ളത്. സെയിൽസിൽ വേറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ കോൺടാക്ട് ചെയ്തത് പുള്ളിനെ ആയിരുന്നു കേട്ടോ. പുള്ളി നയ സ്റ്റീലിംഗ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസമായി. അങ്ങനെ നമ്മൾ വണ്ടി പൂജിക്കാൻ പോവുകയാണ് കേട്ടോ. നമ്മൾ കുമാരമംഗലം വള്ളിയാനേക്കാട് ക്ഷേത്രത്തിലാണ് പൂജിക്കാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിച്ചൂസിൻ്റെ മോദി ഇങ്ങനെ വീർത്തിരിക്കണം. എന്താ വെച്ചാൽ നിച്ചൂസ് രാവിലെ ഒന്ന് കരഞ്ഞിട്ടിരിക്കുകയാണ്. കാരണം അവളുടെ ഉടുപ്പിൻ്റെ വള്ളി ഞാൻ കെട്ടിക്കൊടുത്തതാണ് കേട്ടോ. പ്രശ്നം അവൾക്ക് അച്ഛ കെട്ടിക്കൊടുക്കണം പറഞ്ഞിട്ട് ബഹളമായിരുന്നു. അപ്പോൾ ഏട്ടൻ കുളിക്കുന്നോട് ഞാനൊന്ന് കെട്ടി. പിന്നെ അച്ഛ ഇറങ്ങി വരെ കരച്ചിലായിട്ട് അച്ഛ ഇറങ്ങി വന്ന് ആ വള്ളി ഊരി രണ്ടാമത് കെട്ടിയേ പിന്നെയാണ് അവൾ കരച്ചു നിർത്തിയത് കേട്ടോ. എന്നിട്ട് താണ്ടെ നമ്മൾ പൂജിക്കാൻ കൊടുത്ത് ചീട്ടെല്ലാം എഴുതി കിട്ടി. അങ്ങനെ വണ്ടി പൂജിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞത് ആ വണ്ടി എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ കാർ എടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഫോട്ടോസൊക്കെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുമല്ലോ. അങ്ങനെ ഞാനും ഇട്ടായിരുന്നു. ആ ഒരു ടൈമിൽ എന്നോട് എൻ്റെ കുറേ ഫ്രണ്ട്സ് ചോദിച്ചൊരു കാര്യമുണ്ട്, നിൻ്റെ യൂട്യൂബ് റവന്യൂ കൊണ്ടാണോ കാർ എടുത്തതെന്ന്. എന്ത് കണ്ടിട്ടാണ് അവൾമാർ എന്നോട് അങ്ങനെ ചോദിച്ചതെന്ന് എനിക്കറിയത്തില്ല. കാരണം നമ്മുടെ യൂട്യൂബിലെ വ്യൂസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണെന്ന് എല്ലാവർക്കും അറിയാം. ഇതിൽ എൻ്റെ ഒരു പങ്കുമില്ല. അപ്പോൾ ഏട്ടൻ്റെ ആഗ്രഹം ഏട്ടനായിട്ട് തന്നെ സാധിച്ചെടുത്തു, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മളിത് ഫുൾ എമൗണ്ട് കൊടുത്തിട്ടൊന്നുമല്ല കാർ എടുത്തത്. നമ്മൾ EMI ആയിട്ടാണ് കാർ എടുത്തത്. നമ്മൾ ഓട്ടോറിക്ഷ EMI ആയിട്ടായിരുന്നു എടുത്തത്. അതിപ്പോൾ എന്നിട്ട് അടച്ച രീതിയാണ്. അപ്പോഴാണ് നമ്മൾ കാർ എടുത്തത്. അല്ലാണ്ട് നമ്മളിപ്പോൾ ഫുൾ എമൗണ്ട് കൈ കിട്ടിയിട്ട് കാർ എടുക്കാൻ നോക്കിയിരുന്നു. നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് അത് ഇപ്പോഴെങ്കിലും നടക്കത്തില്ല. പിന്നെ ആഗ്രഹമല്ലേ, അത് ഒത്തിരി നാളെ നീട്ടി വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ നമ്മൾ EMI ആയിട്ട് എടുക്കാമെന്നും പറഞ്ഞുകൊണ്ടൊരു കാർ എടുത്തതായിരുന്നു കേട്ടോ. ഒരു പക്ഷേ എൻ്റെ പേരിൽ എടുത്തത് കൊണ്ടായിരിക്കാം എല്ലാവർക്കും അങ്ങനെ തോന്നിയത്. എന്താണല്ലോ അത് പോട്ടെ. അപ്പോൾ നമ്മളങ്ങനെ പുറത്തിറങ്ങി തൊഴുവാണ് കേട്ടോ. നമ്മൾ അകത്ത് മാത്രമായിരുന്നു ആദ്യം തൊഴുതിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ പുറത്തെല്ലാം തൊഴുത് പിന്നെ നേരെ വീട്ടിൽ പോയി. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം ജസ്റ്റ് വണ്ടി ഒന്ന് എടുത്ത് പുറത്തേക്ക് പോയിട്ടോ. അതായത് നമ്മൾ ഇതുവരെ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വണ്ടി അല്ലാണ്ട് വേറെ വണ്ടിയൊന്നും ഓടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്ന് ഓടിച്ച് നോക്കണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് നിച്ചൊന്നും ഇല്ലാണ്ട് നമ്മൾ രണ്ടാളും കൂടി പുറത്തോട്ട് പോയി. അപ്പോൾ അതിൻ്റെ ഡ്രൈവിംഗ് വ്ലോഗ് ഇടാവുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് അങ്ങനെ ഒത്തിരി അറിയില്ല എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു വീഡിയോയിൽ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു വീഡിയോയിൽ അത് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ജസ്റ്റ് ഇതൊക്കെ നിങ്ങളോട് പറയണമെന്ന് തോന്നി. അപ്പോൾ അടുത്തതായിട്ട് കാണുന്നവരെ ബൈ.